ഇതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ വാർത്ത വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ പരാതിക്കാരിനെ ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ അങ്ങനെ ഏതെങ്കിലും ശ്രമങ്ങൾ നടന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അന്വേഷിക്കേണ്ട ആൾക്കാർ അന്വേഷിക്കട്ടെ. ഏത് ഏജൻസി ആണെങ്കിലും അന്വേഷണം നടത്തുന്നത് അന്വേഷിക്കട്ടെ. അതിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പുറത്തു വരണം. ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചന തീർച്ചയായിട്ടും പുറത്തു വരണം. ഇല്ലെങ്കിൽ അത് സമൂഹത്തിനത് അത്രത്തോളം ദോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തിക്ക്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരിക എന്ന് പറയുന്നത് അത് ഏറ്റവും ഡയറക്റ്റ്ലി വരുന്നത് സമൂഹത്തിനാണ്. ക്രിമിനലുകൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇതിന് മുമ്പും മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. താനൂർ ഈ കസ്റ്റഡി മരണവുമായിട്ട് ബന്ധപ്പെട്ട്, കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടും താങ്കളുടെ പേര് എനിക്ക് തോന്നുന്നു സമാനമായ രീതിയിലുള്ള ചില വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എന്താണെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ മരമുറി കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ, കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ അന്വേഷണത്തിൽ നിന്ന് തന്നെ മാറ്റിത്തരണം എന്നുള്ള ബഹുമാനോട് DGPയോട് അപേക്ഷിച്ചിരുന്നു. DGP പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്രകാരമാണ് ഇപ്പോഴും ആ കേസ് ഞാൻ അന്വേഷണം കണ്ടിന്യൂ ചെയ്തത്. അത് ഇങ്ങനെ ഒരു ബോധപൂർവമായ ശ്രമമാണോ നടന്നത്? തീർച്ചയായിട്ടും അന്നും ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. അതുകൊണ്ടാണ് തന്നെ പറയുന്നത് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ചാനലിൻ്റെ ആളുകൾ പുറകെ നടക്കുന്നു എന്നുള്ളത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ാണോ അത് നിങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നു കേസ് ചുമതല ഒഴിവാക്കാൻ വേണ്ടി? അത് ഇത്തരം സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണോ? എന്താണ് അങ്ങനെ ഒരു സമ്മർദ്ദം എന്നുള്ളതല്ല. ഒരു കേസ് അന്വേഷണം നടത്തുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇത്തരത്തിൽ വ്യാജ വാർത്ത കെട്ടിച്ചമച്ച് സമൂഹത്തിൽ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് വീണ്ടും ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരുപക്ഷെ വന്നുകൂടായില്ല. സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മീഡിയ വഴി ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കുകയാണ്. അപ്പം എന്നെ നേരിട്ടറിയുന്ന ആൾക്കാർക്ക്, എനിക്കൊരു സംശയവുമില്ല, എന്നെ നേരിട്ടറിയാവുന്ന ഒരാൾക്കും വിശ്വസിക്കില്ല എന്നുള്ളത് എനിക്ക് 100% അറിയാം. പക്ഷേ എന്നെ അറിയാത്ത ഒരുപാട് സമൂഹമുണ്ട്. അവർ കണക്കാക്കുന്നത് ഇയാൾ ഇത്തരത്തിലുള്ള ആളാണെന്ന് കണക്കാക്കും. അത് നമുക്ക് എല്ലാവരുടെയും വായടപ്പിക്കാനോ എല്ലാവരോടും പോയിട്ട് ഞാൻ അങ്ങനെയല്ല എന്ന് പറയാൻ സാധിക്കില്ല. അത് ദോഷം ചെയ്യും. പക്ഷേ ഇത് ഗൗരവത്തിലുള്ള സംഭവമല്ലേ? നീതിപൂർവമായ ഒരു അന്വേഷണം പോലും നടത്താൻ കഴിയാത്ത രീതിയിൽ ഒരു ക്രിമിനൽ പ്രവർത്തനം വളരുക എന്ന് പറഞ്ഞത് അതൊരു ഗൗരവമുള്ള സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം. എന്തെങ്കിലും ഒരു മീഡിയ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു ചാനലുണ്ട് എങ്കിൽ അവർക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെതിരെ ശരിക്കും മറ്റ് ചാനലുകളും എല്ലാവരും ശരിക്കും അത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു മീഡിയയുടെ ധർമ്മം എന്താണെന്ന് അറിയാം. ആ ധർമ്മത്തിന് തീർത്തും വിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ മുട്ടിൽ കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ അട്ടിമറിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടന്നിരുന്നല്ലോ. അല്ലെങ്കിൽ ആ തരത്തിൽ ചില താങ്കൾക്ക് അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവർ അത്രത്തോളം സ്വാധീനമുണ്ടോ, അല്ലെങ്കിൽ അത് ഏതറ്റം വരെ പോകാൻ കഴിയുന്നവരാണോ ഈ പ്രതികൾ? അങ്ങനെ അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യാനില്ല. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്കുള്ള അന്വേഷണം നടത്താനുള്ള കാര്യങ്ങളുണ്ട്. അവർ ഏത് തരക്കാരാണെന്നോ അല്ലെങ്കിൽ അവരുടെ ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരൊരു അസാധാരണത്തിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിരോധത്തിലാവുന്ന, അല്ലെങ്കിൽ അവർ പ്രതിരോധത്തിലാവുന്ന തരത്തിലേക്ക് ഈ മുട്ടിൽ കേസ് പലപ്പോഴും വരുന്നു എന്നുള്ളതാണ്. അതൊരു അത്യസാധാരണമായ ഒരു സാഹചര്യമല്ലേ? ആയിരിക്കാം. ഞാനത് കമൻറ്റ് ചെയ്യാനില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്ന ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. ഏതായാലും ഈ സംഭവത്തിൽ നിങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്? തീർച്ചയായിട്ടും നിയമ നടപടിയുടെ മുന്നോട്ട് പോകും. തീർച്ചയായും അദ്ദേഹം പറഞ്ഞിരുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ രാവിലെ ഒരു യുവതി വെളിപ്പെടുത്തിയിരുന്നു. അത് അടിസ്ഥാനരഹിതമാണ്. മുട്ടിൽ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പ്രതികൾ നടത്തിയ ഗൂഢാലോചനയാണ് അതിന് പിന്നിലെന്ന പ്രതിരോധമാണ്, അല്ലെങ്കിൽ അത്തരമൊരു വിശദീകരണമാണ് ഇപ്പോൾ DVSP ബെന്നി നൽകുന്നത്.